ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പ്രകാശൻ ലക്ഷ്മി കൊടുത്തുവിട്ട ജുബയും മുണ്ടൊക്കെ ഇട്ട് റെഡി ആവുകയാണ് കേട്ടോ. ഇത് കണ്ട് വിക്രം വന്ന് ചോദിക്കുവാണ്, അച്ഛനത് കൊള്ളാലോ, കറക്റ്റായിട്ടുണ്ടല്ലോ, ഇതാരും മേടിച്ചതെന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശൻ പറയുക, എടാ ഇത് എല്ല് കൂട്ടിയുള്ള ആൾ കാർത്തിക മോളുടെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴൊന്നും മനസ്സിലാവാതെ വിക്രം ഇങ്ങനെ നിൽക്കുവാണ്. എല്ല് കൂട്ടിയോ, അതാരാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പറയുക, എടാ കാർത്തികമ്മോളുടെ സ്വന്തം അമ്മ എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, കോളടിച്ചല്ലോ, അച്ഛനെ വെച്ച് തയ്ച്ച പോലെ ഉണ്ട്, കിടുവായിട്ടുണ്ട്, ഇത്രയും നല്ല വേഷത്തിൽ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല, എന്തായാലും നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വിക്രം ഫോണിൽ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുവാണ് കേട്ടോ പ്രകാശൻ്റെ. അത് കഴിഞ്ഞ് കല്യാണിക്ക് രാവിലെ, ഓണത്തിൻ്റെ അന്ന് രാവിലെ ഒരു ഡെലിവറി വരുവാണ്. കിരൺ കല്യാണിക്കുള്ള ഓണക്കോടി അയച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം മേടിച്ച് തുറന്നു കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ കിരണിനെ വിളിച്ച് പറയുവാണ്. കിരണിനും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പം കിരണിനോട് കല്യാണി പറയുന്നുണ്ട്, ഞാനൊന്നും തിരിച്ചു വന്നില്ലല്ലോ കിരണേട്ടാന്ന് പറയുമ്പോഴത്തേക്കും കിരൺ പറയുന്നുണ്ട്, നീ ഒന്നും തിരിച്ചു തരണ്ട, നീ അവിടെ പോയിട്ടുള്ള എല്ലാ മത്സരത്തിനും ജയിച്ചു വരണം, അതാണ് നിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുവാണ് കേട്ടോ. കഴിയുമ്പോൾ കല്യാണിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. കല്യാണി പറയുന്നത്, ഞാൻ ശ്രമിക്കാൻ കിരണേട്ടാ, ഇതുവരെ സബ്ജക്റ്റൊന്നും കിട്ടിയില്ല, നോക്കട്ടെ, അവിടെ ചെന്ന് കഴിയുമ്പം മനസ്സിലുള്ളതെല്ലാം കയ്യിൽ വന്നാൽ ഉറപ്പായിട്ടും ജയിച്ചു വരാമെന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന രൂപേനെയാണ്. രൂപയും കല്യാണിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്, മത്സരത്തിലൊക്കെ നല്ലപോലെ പങ്കെടുക്കാൻ പറ്റാനൊക്കെ. അത് കഴിയുമ്പോൾ അടുത്തോട്ട് കിരൺ വന്നിട്ട് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ കൊടുക്കുവാണ്. ആൽബിക്കൊക്കെ കൊടുക്കുന്നുണ്ട്, ആൽബി തിരിച്ചും കിരണിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോണി പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അവൾ ജയിക്കാതിരിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി അമ്പലത്തിലൊക്കെ പോയിട്ട് വരുവാണ്. എന്നിട്ട് കാർത്തികയെ കണ്ടിട്ട് പറയുകയാണ്, ഞാൻ എല്ലാ അമ്പലത്തിലും പോയി മോളെ, മറ്റവളെ പൊന്നാടിയോ എന്തോ ചില്ലോ എന്തൊക്കെ കൊടുത്തു എന്നല്ലേ പറഞ്ഞേ, ഇനി അവൾക്കൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടുകൊണ്ട് പ്രകാശനും വിക്രവും അങ്ങ് വരുവാണ്. അപ്പോഴേക്കും പ്രകാശനും പറയുകയാണ്, അത് നേരാ, ഞാനും അത് തന്നെയാണ്, അതിനുവേണ്ടി ഞാനും കുറേ വഴിപാട് നടത്തുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ ചെയ്യുന്നതിന് അവർക്ക് കിട്ടട്ടെ, നമ്മളത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം വിക്രം പറയാം, അതൊക്കെ ശരിയാ, അവളൊരു കൂടോത്രക്കാരിയാണ്, നമ്മളെന്ത് കാണിച്ചാലും അവസാനം വിജയം അവൾ കൊണ്ടുപോകും, അത് കുട്ടൊരു സ്വഭാവം അവളുടെ എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ കാർത്തിക മനസ്സിൽ പറയുന്നുണ്ട്, ആർക്കാ കൂടോത്രം ആർക്കാ ചതി എന്നൊക്കെ എനിക്കറിയാം, എന്തായാലും നീയൊക്കെ ഇപ്പോൾ സന്തോഷിക്കുക, നിനക്കൊക്കെ ഇപ്പം മാക്സിമം സന്തോഷം തരുക എന്നുള്ളതാണല്ലോ എൻ്റെ പരിപാടി എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രകാശനം പറയുന്നുണ്ട്, എനിക്കും കുറേ നേർച്ചയുണ്ട് മോളെ, അവൾ എങ്ങനെയെങ്കിലും ഒന്ന് തോറ്റാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന രാത്രിയാകുമ്പോഴത്തേക്കും കിരണിൻ്റെ വീട്ടിൽ തിരുവാതിര കളിയൊക്കെയാണ്. അങ്ങനെ പെണ്ണുങ്ങളെല്ലാം കൂടെ തിരുവാതിര കളിക്കുന്നു. രതീഷ് അതിനിടയ്ക്ക് വന്ന് പായസമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോഴേക്കും സേസ് പറയുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് മുങ്ങുന്നുണ്ട്, അടിക്കാൻ വേണ്ടി പോകുന്നതെന്ന് തോന്നേ, എടാ ഓവറാക്കിയേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഇല്ല ഓവറാക്കുന്നില്ല, ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അവരവിടെ ആഘോഷിക്കുകയാണ്. അതേ സമയത്ത് തന്നെ കല്യാണി ഡൽഹിയിൽ അവിടുത്തെ ഫംഗ്ഷനിലും തിരുവാതിരയൊക്കെ കളിക്കുവാണ് കേട്ടോ. അത് അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.